പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തവണ ചെങ്കോട്ടയിൽ നടത്തിയ സ്വാതന്ത്ര്യദിന സന്ദേശം പുതിയൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടി രൂപീകരണത്തിന് വഴിയൊരുക്കിയിരിക്കുന്നു. ദിമാഗി നക്സൽ ജനതാ പാർട്ടി എന്നാണ് അതിൻ്റെ പേര്. DNJP എന്ന ചുരുക്കപ്പേരും. 3,82,000 പേര് ഈ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഈ സമയത്തിന് അംഗത്വമെടുത്തിട്ടുണ്ട്. രാജ്യത്തെ പതിറ്റാണ്ടുകളായി അലട്ടിയിരുന്ന സായുധ നക്സലിസം ഏതാണ്ട് അവസാനിപ്പിച്ചുവെന്നും എന്നാൽ പുതിയൊരു ഭീഷണിയായി മാറിയ ദിമാഗി നക്സലുകളെ തിരിച്ചറിയുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ടെന്നുമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന. 80ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ചെങ്കോട്ടയിൽ നിന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് പ്രധാനമന്ത്രി ദിമാഗി നക്സൽ അഥവാ ബുദ്ധിജീവി നക്സൽ എന്ന പദപ്രയോഗം നടത്തിയത്. തോക്കേന്തിയ കേഡറല്ല, മറിച്ച് മൈക്കോ പേനയോ പ്ലക്കാർഡോ ഏന്തിയവരാണ് ഇവർ. ദിമാഗി നക്സൽ ചിന്താഗതി അക്രമവും അശാന്തിയും അരാജകത്വവും സൃഷ്ടിക്കാൻ അവസരങ്ങൾ തേടിക്കൊണ്ട് ഭീഷണിയായി തുടരുന്നുവെന്നും മോഡി പറഞ്ഞു. ഇത്തരക്കാരെ തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്തണമെന്നും യുവാക്കളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതുവരെയും അർബൻ നക്സൽ എന്ന് വിളിച്ച് ആക്ഷേപിച്ചവരെയാണ് ഒരു പടി കൂടി കടന്ന് ഇപ്പോൾ ദിമാഗി നക്സലുകൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. മാവോവാദികൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തെയും സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങളെയും തള്ളിക്കളയാനാവില്ല എന്ന നിലപാടുള്ളവരെയായിരുന്നു അർബൻ നക്സലുകൾ എന്ന് വിളിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷത്തുള്ളവരെയെല്ലാം ദിമാഗി നക്സൽ എന്ന പ്രയോഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. പ്രധാനമന്ത്രിയുടെ പ്രസ്താവന പെട്ടെന്ന് തന്നെ വലിയ ചർച്ചയായി. മാവോയിസ്റ്റുകളെയും വിഘടനവാദികളെയും പിന്തുണയ്ക്കുകയും ഭരണഘടനയെ എതിർക്കുകയും ചെയ്യുന്നവരാണ് ദിമാഗി നക്സലുകൾ എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. എന്നാൽ നരേന്ദ്രമോദി ദിമാഗി നക്സലിസത്തിനെതിരെ മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടുപിറ്റേന്ന് താൻ ഒരു ദിമാഗി നക്സലായി അറിയപ്പെടുന്നതിൽ അഭിമാനിക്കുന്നുവെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരം പ്രഖ്യാപിക്കുകയുണ്ടായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ നക്സൽ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ചിദംബരം ഗോത്രവർഗക്കാരുടെ നിയമസുരക്ഷയെയും ജാമ്യവും അടക്കമുള്ള അവകാശങ്ങളെയും സംരക്ഷിക്കുന്നതാണ് ദിമാഗി നക്സലിസമെങ്കിൽ താൻ അങ്ങനെ അറിയപ്പെടാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയായിരുന്നു. ഇത്തരത്തിൽ നിരവധി രാഷ്ട്രീയ നേതാക്കൾ പ്രധാനമന്ത്രിയുടെ ഈ പരാമർശത്തോട് പ്രതികരിക്കുകയുണ്ടായി. നരേന്ദ്രമോദി ആദ്യം തന്റെ എതിരാളികളെ അർബൻ നക്സലുകൾ എന്ന് വിളിച്ചു. ഇപ്പോൾ അവരെ ദിമാഗി നക്സലുകൾ എന്ന് വിളിക്കുകയാണ്. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് അഭിപ്രായപ്പെട്ടു. ഇത് അദ്ദേഹത്തിന്റെ നിരാശയുടെ വ്യക്തമായ ലക്ഷണങ്ങളാണ്. സ്വാതന്ത്ര്യദിന പ്രസംഗം വിരസവും കപടത നിറഞ്ഞതും ആശങ്കാജനകവുമാണ്. ദിമാഗി നക്സൽ പരാമർശം ഒരു വിഭജന അജണ്ടയുടെ തെളിവാണ് എന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ അർബൻ നക്സൽ എന്നതിന് നിയമപരമായ നിർവചനം തേടി ആഭ്യന്തര മന്ത്രാലയത്തിന് നേരത്തെ കത്തെഴുതിയ തൃണമൂൽ കോൺഗ്രസിലെ സാകേത് ഗോഖലെ ദിമാഗി നക്സൽ എന്നതിന്റെ മാനദണ്ഡങ്ങൾ മന്ത്രാലയം പ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഓരോ സ്വാതന്ത്ര്യ ദിനത്തിലും പ്രധാനമന്ത്രി മോദി ഒരു പുതിയ ശത്രുവിനെ കണ്ടെത്തുകയാണെന്നും കഴിഞ്ഞ വർഷം അത് നുഴഞ്ഞുകയറ്റക്കാരായിരുന്നു എങ്കിൽ ഇത്തവണ അത് ദിമാഗി നക്സലുകളാണ്. വിശാലമായ പ്രതിപക്ഷ നിലപാടിനെ ഇടതുപക്ഷ തീവ്രവാദ നിലപാടെന്ന് മുദ്ര കുത്തുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഇടതുപക്ഷ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഉയർത്തുന്ന പ്രശ്നങ്ങളെ രാഷ്ട്രീയ പരിഹാരം ആവശ്യമായ ഒരു സാമൂഹിക സാമ്പത്തിക കാഴ്ചപ്പാടിലൂടെ കാണുന്നതിന് പകരം അതിനെ ഒരു ക്രമസമാധാന പ്രശ്നമായി മാത്രം കണ്ടത് സർക്കാരിന്റെ പരാജയമാണ്. എന്തായാലും അർബൻ നക്സൽ പ്രയോഗത്തിൽ നിന്ന് ഒരു പടി കൂടി കടന്ന് ദിമാഗി നക്സൽ പ്രയോഗത്തിലേക്ക് നരേന്ദ്രമോദിയും കൂട്ടരും എത്തിയിരിക്കുന്നു. അർബൻ നക്സലുകൾ എന്ന് ആദ്യമായി പ്രയോഗിക്കുന്നത് 2014 അരുൺ ജെയ്റ്റ്ലിയാണ്. 2016 മനോജ് തിവാരി AAP നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ അർബൻ നക്സൽ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. 2018 ഭീമ കൊറേഗാവ് കേസിലെ അറസ്റ്റുകളോടെ അർബൻ നക്സൽ എന്ന പദം ദേശീയ രാഷ്ട്രീയ മാധ്യമ വ്യവഹാരത്തിൽ വലിയ രീതിയിൽ പ്രചരിച്ചു. ജെയ്റ്റ്ലി പിന്നീട് ഹാഫ് മാവോയിസ്റ്റ് എന്ന മറ്റൊരു പ്രയോഗവും നടത്തിയിരുന്നു. 2018 ജൂൺ 8 അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ അണ്ടർഗ്രൗണ്ടിന്റെ ഓവർഗ്രൗണ്ട് ഫേസ് ആയി പ്രവർത്തിക്കുന്നവരെയാണ് അദ്ദേഹം ഹാഫ് മാവോയിസ്റ്റ് എന്ന് പറഞ്ഞത്. അതേസമയം കേന്ദ്രമന്ത്രി കിരൺ റിജിജു ദിമാഗി നക്സൽ എന്ന പദം പ്രതിപക്ഷത്തെ ലക്ഷ്യമിട്ടിട്ടില്ലെന്ന് വിശദീകരിച്ചു. ആരെയാണ് ദിമാഗി എന്ന് വിളിക്കേണ്ടത് എന്ന് അദ്ദേഹം നിർവചിക്കുകയും ചെയ്തിട്ടുണ്ട്. മാവോയിസ്റ്റുകളെ പിന്തുണയ്ക്കുകയും ഭരണഘടനയെ നിരാകരിക്കുകയും ചെയ്യുന്നവർ, വിഘടനവാദികളോടൊപ്പം നിൽക്കുകയും ആർട്ടിക്കിൾ 370 പിന്തുണയ്ക്കുകയും ചെയ്യുന്നവർ, ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വേർപെടുത്താൻ ആഗ്രഹിക്കുന്നവർ എന്നിവരാണ് ദിമാഗി നക്സലുകൾ എന്ന് അദ്ദേഹം പറയുന്നു. നടൻ പ്രകാശ് രാജ്
ഒരു റീലിലൂടെ ആളുകളോട് ദിമാഗി, അതിനർത്ഥം ചിന്തിക്കുന്നവർ ആകാനും ബേവ്കൂഫ്, വിഡ്ഢികൾ ആകരുതെന്നും ആഹ്വാനം ചെയ്തു. എന്നാൽ ദിമാഗി നക്സൽ പാർട്ടിയുടെ സ്ഥാപകൻ ആരാണ് എന്ന് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഓൺലൈനിൽ അദ്ദേഹം ദിമാഗി ഇന്ത്യൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ദിമാഗി നക്സൽ എന്ന പ്രയോഗം നടത്തിയതിന് പിന്നാലെ വാരാന്ത്യത്തിൽ തന്നെ രൂപം കൊണ്ട ദിമാഗി നക്സൽ പാർട്ടി DNJP-യുടെ സ്ഥാപകൻ ആരാണ് എന്ന് ഇപ്പോഴും വ്യക്തമല്ല. ദിമാഗി നക്സൽ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും കോക്രോച്ച് ജനതാ പാർട്ടി പ്രക്ഷോഭങ്ങളിലും പൊതുവായി കാണുന്ന ഒരു പ്രത്യേകത ജെൻസി ശൈലിയിലുള്ള ഹാസ്യമാണ്. പാർട്ടിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലെ ഒരു പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെ: ആരെങ്കിലും ദിമാഗി നക്സൽ എന്ന് പറയുമ്പോൾ ഞാൻ കേൾക്കുന്നത് കിടിലൻ ബുദ്ധിജീവി എന്നാണ് എന്ന തരത്തിലുള്ള പരിഹാസമാണ് പോസ്റ്റിലുള്ളത്. പാർട്ടിയുടെ എക്സ് അക്കൗണ്ടിൽ 3,82,000-ലധികം ഫോളോവേഴ്സിനെ ഇതിനകം ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഏതാനും എക്സ് ഉപയോക്താക്കൾ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് സ്വന്തം പേരിന് മുമ്പിൽ ദിമാഗി നക്സൽ എന്ന് വിശേഷണം ചേർത്തിട്ടുമുണ്ട്. ദിമാഗി നക്സൽ ജനതാ പാർട്ടിക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്. അവിടെ മാനിഫെസ്റ്റോയും മുദ്രാവാക്യവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2006 പുറത്തു വന്ന ഹിന്ദി സിനിമ രംഗ് ദേ ബസന്തിയിലെ അഭിനേതാക്കൾ വിപ്ലവ കവിതയായ സർഫരോഷിക്ക് തമന്ന ചൊല്ലുന്ന രംഗമാണ് അവർ ലിങ്ക് ചെയ്തിരിക്കുന്നത്. DNJP CJPയെ തങ്ങളുടെ സഹോദര പാർട്ടി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആഗസ്റ്റ് 16 പാർട്ടി നടത്തിയ ആദ്യ ട്വീറ്റും CJPയുടെ തുടക്കത്തെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു. CJPയുടെ തുടക്കം അഭിജിത് ദീപ്കയുടെ മെയ് 16 വാട്ട് ഇഫ് ആൾ ദ ക്രോക്കോച്ചസ് കം ടുഗദർ എന്ന ട്വീറ്റിൽ നിന്നായിരുന്നു. CJPയിൽ നിന്ന് വ്യത്യസ്തമായി ദിമാഗി നക്സൽ പാർട്ടിയുടെ മാനിഫെസ്റ്റോയിൽ പാർട്ടിക്ക് പതാകയുണ്ടാകില്ല, സ്ഥാപകൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. പാർട്ടിയിൽ ചേരാനുള്ള ഏക യോഗ്യത പ്രവർത്തിക്കുന്ന ഒരു തലച്ചോറും പക്ഷെ എന്തുകൊണ്ട് എന്ന് പരസ്യമായി ചോദിക്കാനുള്ള സന്നദ്ധതയും ആയിരിക്കും. രാഷ്ട്രീയത്തിലെ എല്ലാ കക്ഷികളും പരസ്പരം ആന്റി നാഷണൽ എന്ന് മുദ്ര പതിപ്പിക്കുന്നത് വിമർശനങ്ങളെ അടിച്ചമർത്താനുള്ള ഒരു രീതിയായി മാറിയിട്ടുണ്ടെന്നും DNJP ചൂണ്ടിക്കാണിക്കുന്നു. മാനിഫെസ്റ്റോയിൽ പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ എല്ലാ കക്ഷികളും തങ്ങളോട് വിയോജിക്കുന്ന മറ്റുള്ളവരെ ഏതെങ്കിലും ഘട്ടത്തിൽ ആന്റി നാഷണൽ എന്ന് വിളിച്ചിട്ടുണ്ട്. DNJPയുടെ കണക്കുകൂട്ടൽ ഇതാണ്. യഥാർത്ഥത്തിൽ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകൾ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം ഇടയിൽ ചിതറിക്കിടക്കുകയാണ്. അവരെ ഒറ്റപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു ലേബൽ തന്നെയാണ് ഒടുവിൽ അവർ ഒരുമിപ്പിക്കുന്നതിന് കാരണമായി മാറിയിരിക്കുന്നത്. ചുരുക്കത്തിൽ ദിമാഗി നക്സൽ പാർട്ടി യഥാർത്ഥത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയാണോ അതോ പ്രധാനമന്ത്രിയുടെ ദിമാഗി നക്സൽ പ്രയോഗത്തെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ സാമൂഹിക സറ്റയർ ഓൺലൈൻ പ്രസ്ഥാനം മാത്രമാണോ എന്നത് ഇപ്പോഴും പൂർണ്ണമായി വ്യക്തമല്ല. സ്ഥാപകന്റെ വ്യക്തിത്വവും രഹസ്യമായി തുടരുകയാണ്.